വാറ് കളിച്ചടാ, അടിപൊളിയായിരുന്നു. ഞാൻ എല്ലാവരും പി ഒ ഒക്കെ കാണാൻ കണ്ണാപ്പി കിടിലും ഒരു 1v2 അടിച്ചു. അതുപോലെ മന്ദാരം നല്ല രസമുണ്ട്. ബാക്കി ആരുടെയും പി ഒ ഞാൻ അധികം കണ്ടില്ല. കളിച്ച എല്ലാവരും എടാ വെൽ പ്ലേഡ്. അത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് കളിച്ചോ. ആൻഡ് സിറ്റുവേഷൻ എടുക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങോട്ട് അനാവശ്യമായിട്ട് നമ്മൾ ആരെയും പോയി ചൊറിഞ്ഞ് ഇതാക്കണ്ട. ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും കമ്മിറ്റ് ചെയ്തോ. ഇനി ഏത് ടൈമിലാണെങ്കിലും നമ്മുടെ പിള്ളേർ എന്തായാലും കയറിക്കോളും. സോ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇതാവണ്ട. ഇനി സിറ്റുവേഷൻസ് ഈ PvPക്ക് വേണ്ടി എടുത്തവന്മാർ നിങ്ങൾക്ക് എനിക്കറിയാം വെറുതെ നിങ്ങൾക്ക് RP ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എല്ലാവന്മാരും ഇപ്പം RP ഇതൊക്കെ ചെയ്യണുണ്ട്. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, PvP സിറ്റുവേഷൻസ് എന്ത് വന്നാലും നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാം. നമ്മൾ ബാക്കി എല്ലാ മെമ്പേഴ്സും ഇവിടെ ഉണ്ടാവും. ആൻഡ് അനദർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് 3 റിക്രൂട്ട്മെൻറ്റ്സ് ഇവിടെ നമുക്ക് TVയിലുണ്ട്. സോ PvP ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ്സ് തന്നെയാണ്. സോ അധികം ഒന്നും പറഞ്ഞു കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും വെൽ പ്ലേഡ്. ഇത് കഴിഞ്ഞിട്ട് വാറുണ്ടാവോ? മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞോ? ഇത് കഴിഞ്ഞിട്ട് വിളിക്കണം, ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. 24K ആയ 23K.5. സോ അപ്പൊ ഞാൻ മാഡി എല്ലാം റെഡി അല്ലേടാ? റെഡിയാണ്. സോ അപ്പൊ ഗൈസ്, ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ഈസ് ലൈക്ക് പ്യുവർലി ഒരു ബേസ്ഡ് ഓൺ നമ്മൾ PvP റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോണത്. സോ ഇന്ന് നമ്മളെ വാറായത് MG3 ആയതുകൊണ്ട് ഐ ആം വെൽക്കമിങ് MG3 second to TVA as TVA second. Welcome to TVA brother. കൊണ്ടുവാ. MG3 ആയതുകൊണ്ട് MG3 തന്നെ തുടങ്ങാം. പറഞ്ഞോളൂ. അണ്ണാ സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നല്ല വിശേഷം. മറ്റേ പയ്യനെ ഞാൻ പിടിച്ച് കെട്ടി പണ്ട് ഡിക്കിലിട്ടിട്ടുണ്ട്. ആളിവിടെ ഉണ്ട്. ആരും ഇല്ലാത്തതിന് നമ്മുടെ കോഹ്ലിയുടെ സാരി ഇല്ലാത്തതിന് നരമൂത്ത 3 ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കണായിരുന്നു. ഇന്ന് വന്നതിരിക്കും നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഇരുന്നോ? മോനെ ഹലോ കേക്കാവോ? കേക്കാം. എടാ കറക്റ്റ് നിന്റെ റിക്രൂട്ട്മെന്റ് ഡേ അന്ന് തന്നെ എങ്ങനെയാടാ ഇങ്ങനെ ഒരു അടി ഉണ്ടായത്? ഞാൻ പേടിയായിട്ടൊന്ന് സംസാരിച്ചതാ, അപ്പൊ അങ്ങനെ പോയി. ഇത് കറക്റ്റ് വില്ലുമോനല്ലേ? എടാ അല്ല, നീ ഉണ്ടായിരുന്ന സിറ്റുവേഷനില്ലേ? ഞാനായിരുന്നു പേടിയായിട്ട് സംസാരിച്ച് കൊണയായത്. ആണല്ലേ? സൂപ്പർണ. അതെ. നന്നായിട്ട് എന്താ എല്ലാരുടെ അടുത്തും ഫാമിലിയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് വരണമെന്നാണ് നോർമലി നമ്മൾ പറയണത്. ഇന്ന് നീ എങ്ങനെ പോയി പറയല്ലേ? എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കും അവരെ ഈ കാര്യങ്ങള്. ഓൾറെഡി പറഞ്ഞായിരുന്നല്ലേ? ഓ ഓക്കെ. എന്താ എന്തേലും പറയാനുണ്ടോ? ഇന്ന് അടിക്കാൻ പോണ അവിടത്തൊന്ന് സംസാരിക്കാം. എന്റെ അനുഗ്രഹം വാങ്ങിക്കണം പ്ലീസ്. സെക്കൻഡ് പേരുള്ളതുകൊണ്ടാണ് അനുഗ്രഹം വാങ്ങിക്കണേ. ആർമിയിലൊക്കെ ഉള്ളതാണല്ലേ? എങ്ങനെയുണ്ട് ആർമിയിലെ ബാഡ്ജ് ഒക്കെ? ഏതാണ്? ഹലോ ആർമിയിലെ ബാഡ്ജ് ഏതാണ്? വാസമുണ്ടല്ലേ ചന്ദ്രന്റെ കൂടെ? അപ്പം ശരിയാണ് നമ്മുടെ ലോബി. ഞാന് വരാം, ദൈവം ഇറങ്ങി വരാം നിങ്ങളോടെ. വേണമെന്നില്ല. എടാ എന്തെങ്കിലും പറയണ്ടോ? 25K അറിയില്ലേ? എന്തെങ്കിലും പറ. സന്തോഷായ? സന്തോഷായി. എന്തേലും പറയടാ. ഒന്നും പറയാതെ അകത്തോട്ട് വിടുന്നത് എങ്ങനെയാണ്? നീ എന്തേലും പറഞ്ഞിട്ട് പോ. ഞാൻ ഓൾറെഡി പാനിക് ചെയ്ത് നമ്മളൊക്കെ എന്താണ് നമ്മളൊക്കെ അളിയാന്ന് വിളിച്ചാൽ ചന്ദ്രൻ റെഡിയായി. കോഡ് ഭാഷയാണ്. പാനിക്കാവല്ലേ? സംസാരിക്കേ. എല്ലാരും അടിക്കാം, അത്രേ ഉള്ളൂ. എല്ലാരും അടിക്കാവാ. ശരി എന്നാ പോയിട്ടോ. പോയിട്ട് എടാ അങ്ങോട്ട് വെൽക്കം ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്.
ചാവല്ലേ ശനിയാണ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. റോഡിന്റെ അപ്പുറത്തൊന്നും ഇവിടെ നിന്നാണ് നമുക്ക് ശീലം. വണ്ടി ചത്താലും കുഴപ്പമില്ല. ചന്ദ്ര, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇത് ആരോടെങ്കിലും പറയണം. പണ്ണാൻ പോണ പാപ്പ. ചന്ദ്ര ചന്ദ്ര, എനിക്കൊരു കാര്യം പറയാനുണ്ടോ നിന്നോട്? അന്നാ പറ, തുറന്നു പറ. എല്ലാം അളയോ ഓസിയാണ്. 25K വാച്ചിങ്. അന്നാ പൊളി. ചെലവുണ്ടപ്പോ എന്നെ കേട്ടോ കേട്ടോ. പാനിക്കാണ് ചന്ദ്ര. പാനിക്കാവണ 20 വരുന്നത് കണ്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ 30-35 നമ്മുടെ ഒരു കണക്ക്, മനസ്സിലായില്ലേ? ഇത് ചന്ദ്രന്റെ പ്രായമല്ലടാ. കെ ഇല്ല, 30-35 കെ ഇല്ല. എന്റെ ഒരു കെ ഇല്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു ഗൈസ്. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ്. സോ നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ എടുക്കുമ്പം ഇപ്പൊ കറന്റ് നമുക്ക് ഒരു ഹെലിയൊക്കെ ഓടിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ്. സോ ഹെലി മാത്രമല്ല, ഹെലിയും വെടിയും കൂടെ നോക്കിയാണ് നമ്മൾ എടുത്തത്. സോ വി ആർ വെൽക്കമിങ് KVA Demon to TVA as TVA Demon. Welcome to stream. Welcome to TVA brother. Welcome to TVA brother. ഹലോ. ഹായ് ഡീമ. വെറൈറ്റി മുടി കേട്ടാടേ. സത്യം പറ, ഇത്രയും പേര് വന്നേല് കൊണ്ടൊക്കെ കെട്ടി ഒരു കെവിനുണ്ട്. ഈ കുണ്ണമുടിയുണ്ട്. ഈ കെവിനും ഇത് തന്നെയാണ്. ഇല്ല വേറെ ഇല്ലില്ല, കെവിനുണ്ട്. അന്നെ അടുത്തോട്ടം നോക്കിയേ, റൈറ്റോട്ടം നോക്കി തിരിഞ്ഞു നോക്കിയേ. ഫാൻസിന്റെ ഒരു കാര്യം ഈരി ഒതുക്കി വെച്ചേക്കണ കേട്ടാ അത്. തന്നെ ഡീമ, എന്താണ് പറയാനുള്ളത്? പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലടാ അങ്ങനെ പറയാതടാ. എന്നാൽ നമ്മൾ ഇത്ര ഹൈപ്പൊക്കെ കൊടുത്ത് ഇവിടെ ചാറ്റൊക്കെ നമ്മൾ കത്തിച്ചു ഇതിന്റെ പേരില്. എന്നിട്ട് നീ ഒന്നും പറയാനില്ലാതെ പോവാന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെയാ? എല്ലാത്തിനും പറഞ്ഞടിക്കാം. അവനെ പറ്റി എന്താണ് അഭിപ്രായം? പറഞ്ഞടി പറയാനാ. പറഞ്ഞടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുന്ന ആലോചിക്കുന്നത് വേറെ രീതിയിലൊക്കെ ചിന്തിച്ചു. ഇടക്കിടക്ക് വരുന്നേ അപ്പാ. പക്ഷെ അനങ്ങാറില്ലല്ലോ, ശബ്ദം കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നുണ്ട്. ശബ്ദം ഇടക്കിടക്ക് പക്ഷെ കട്ടാവുന്നുണ്ട് ശബ്ദം ആൾക്കാരുടെ. അത് എടാ അപ്പൊ അവനെ കൂടെ വെൽക്കം ചെയ്തോ. അങ്ങോട്ട് വരുന്നുണ്ട്. നോക്കി പോണേ. വണ്ടി ഇടിക്കാൻ പോണേ. വണ്ടി ഇടിക്കല്ലേ. നമ്മുടെ ഒരു റിക്രൂട്ട്മെന്റ് വണ്ടി ഇടിച്ച് ചത്തിരുന്നെങ്കിലേ ചോര കണ്ട് തുടങ്ങിയെന്ന് പറയാൻ. അയ്യോ, നോക്കട്ടെ. നോക്കാം. കൊറേ വട്ടം സംഭവിച്ചിട്ടുണ്ട്. എടാ ഈ ജെൻജി SRR എന്നും അടിയാണ്. ഇന്നലെ അടിയല്ലായിരുന്നു അവന്മാര് തമ്മിൽ തർക്കമാണ് ആരാണ് ഏറ്റവും വലിയ വാണത്തിനുള്ളെന്നുള്ള. ഗൈസ് ഇവിടെ എന്നോട് ക്ഷമിക്കണേ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അപ്പാപ്പന്റെ അടുത്ത്. എന്താ കിക്കിലേ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കീവേഡ് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുക. ലാസ്റ്റ് അടിയുള്ള സമയത്തായിരുന്നു കിക്കില് കോൺട്രാക്ട് ഉണ്ടായിരുന്നു കേട്ടാ. ടൈപ്പ് ചെയ്ത 3 സ്റ്റാർ മാത്രമേ വരുള്ളൂ. അയ്യോ എന്റെ അളി. ഞാനത് മാറ്റാം കേട്ടാ, ബ്ലോക്ക് വേർഡ്സിന്ന് മാറ്റാം. എന്തിനൊക്കെ അവസ്ഥയല്ലേ. പോയി ചന്ദ്രൻ പോയി. ചോര ഉണ്ട്. ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രൻ PL കൂടി കത്തിയതാണ്. എനിക്ക് 9 PL ഉള്ളേ. എനിക്ക് 12. പക്ഷെ സ്റ്റേബിളാ. ഓക്കെ. അവിടെ എന്താ തീട്ടെ? ആരാ തീട്ടെ അവിടെ? എടാ നമ്മുടെ ചന്ദ്രൻ കത്തിയല്ല. ചന്ദ്രനോട് വന്നിട്ട് അടുത്ത ആൾ ചന്ദ്രൻ ഇപ്പൊ കേറും. ചന്ദ്രൻ കേറുന്നൊന്ന് ചോദിച്ചടാ. ഇനിയിപ്പം വണ്ടി എടുക്കല്ലേ ഗൈസ്? എല്ലാവർക്കും വെൽക്കം ഗൈസ്. ഇത് എങ്ങനെ ഗൈസ് ഇത്രയും പേര് വണ്ടി ഇവിടെ എടുക്കല്ലേ? വന്നാലും ഞാൻ ഇനിയിപ്പോ പിള്ളേർ ആലോചിക്കണേ. അടിച്ചോളും. മെന്നെണ്ണ ഇന്ന് 6 കുറച്ച് ഗൈസ് 20 വണ്ടി ആൾറെഡി എടുത്ത് വെച്ചേക്കാണ്. 29,000 കഴിഞ്ഞിട്ട് വേണം. അമ്മമാർ പേര് റെഡിയായിരിക്കും. ആലോചിക്കണേ. കഴിഞ്ഞിട്ട് മതി അമ്മമാരും പറഞ്ഞു.
വാസവനെ ചന്ദ്രന്റെ വല ഉൾപ്പെടെ പോയതാണെന്നൊരു സംശയം കേട്ടോ. ആണോ? ഓ ക്ലൈന്റ് കണക്ഷൻ ടൈമോട്ടാണ്. ചന്ദ്രൻ ഒന്ന് വിളിച്ചു നോക്കൂടാ. വല ഉൾപ്പെടെ പോയതാണെന്ന് ഡൗട്ട് ഉണ്ടേ. ഞാൻ വിളിക്കാം. അയ്യോ, എനിക്ക് Guys, വിളിക്കാൻ ഇത് പറ്റില്ല. എങ്ങനെ ഞാൻ guys വിളിക്കാം, ഇങ്ങനെ ഒരു ഇത്രയും പേര് എങ്ങനെ വന്നു? എന്റെ റെക്കോർഡ് RP വാച്ചിങ് ആണ് ഇത്. 26,000 ആണ് എന്റെ ടോപ്പ് വാച്ചിങ്. ഞാൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത്. അപ്പാപ്പ ഞാൻ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത അപ്പാപ്പ. ഏതാ വാസവനെ? അപ്പാപ്പ റെക്കോർഡ് വിഷയം. 27 ആയി. കറണ്ട് പോയതാ അതും ഇത് മറ്റിടത്തോലല്ലോ, ഇവിടെയാണല്ലോ നീ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യണത്. വിഷയം ശ്ശേ, എന്റെ പള്ളി. അപ്പൊ guys, ചന്ദ്രൻ ഇല്ല. ചന്ദ്രന്റെ വല പോയിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും മൂവിങ് ടു ദ ഫൈനൽ റിക്രൂട്ട്മെന്റ്. നമ്മുടെ ഫസ്റ്റ് ഫേസ് റിക്രൂട്ട്മെന്റ് ഇവിടെ തീരുവാണ്. മേ ബി ചിലപ്പോൾ ഒരു 1-2 പേരും കൂടി ഉണ്ടാവും, 2 പേരുടെ ഉണ്ടാവും. ബാക്കി സ്ലോട്ട്സ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഇട്ടേക്കാണ് കറന്റ്. നമുക്ക് ജസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും, നമുക്ക് ബേസിക് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനപ്പ് ഉണ്ടാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ടാർഗറ്റ്. നമ്മൾ ആരെയും റീപ്ലേസ് ചെയ്യുമല്ല. സിറ്റിയിൽ സിറ്റുവേഷൻസ് വരുമ്പം സിറ്റുവേഷൻസ് എടുക്കാൻ ആൾ വേണം. അതായിരുന്നു നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ് നമ്മൾ ഇത്ര എടുത്തത്. നമ്മുടെ ഇപ്പം നമുക്ക് ടോട്ടലി വന്ന സ്ലോട്ട് എന്ന് പറയുന്നത് 14 സ്ലോട്ടാണ്. നമ്മളിപ്പോൾ ഏകദേശം എത്രയാണ് 5, 3, 8 സ്ലോട്ട് അടുപ്പിച്ചേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. മേ ബി ചിലപ്പോൾ ഒരു 2 സ്ലോട്ട് കൂടെ ഫില്ല് ചെയ്യും. ബാക്കി സ്ലോട്ട്സ് നമ്മൾ പയ്യെ ഷോർട്ട് ഇത് എടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ എടുക്കുന്നില്ല. സോ അപ്പം ഒരു റിക്രൂട്ട്മെന്റ് ഇടണം. ഞാൻ വിളിക്കുക ഒരു സെക്കൻഡ്. ഞാൻ ഫുഡ് കഴിച്ചില്ല, ഇപ്പോൾ ചത്തു പോയി. 1 മിനിറ്റ്. ഫുഡ് ആൻഡ് വാട്ടർ. സോ മൂവിങ് ടു ദ ഫൈനൽ റിക്രൂട്ട്മെന്റ്. ഇതും ഒരു PvP റിലേറ്റഡ് റിക്രൂട്ട്മെന്റ് ആണ്. ആൻഡ് മുമ്പും കൺസിഡർ ചെയ്യണം എന്ന് വെച്ചിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ആൻഡ് നമ്മൾ TV ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്തും കൺസിഡർ ചെയ്യണമെന്ന് വെച്ചിരുന്ന ഒരു പ്ലെയർ ആണ്. സോ ഐ എം വെൽക്കമിങ് SMG Ash Brutal to TVA as TVA Ash Brutal. Welcome to TVA, brother. അണ്ണൻ Hi, Ashe. Hello. കേക്കോ? Ashe, welcome to TV, Ashe. കട്ടായി പോണാ? കേക്കുന്നില്ല. ഹലോ കേക്കോ? ഹലോ. അപ്പൊ വെൽക്കം ടു TV, ആശേ. എടാ കട്ടായി പോണേട്ടാ, നിന്റെ സൗണ്ട് കട്ടായി പോണേ ഇപ്പൊ. എനിക്ക് ഞാൻ സംസാരിക്കാം. വാസവൻ നിങ്ങൾക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ, ബാക്കി നമ്മള് സിറ്റിയിലെ പ്ലേയേഴ്സിനൊന്നും എനിക്ക് കേൾക്കുന്നില്ല. കേട്ടായി എനിക്ക് കേൾക്കാമല്ലാതെ. എനിക്ക് കേൾക്കാം. പക്ഷേ വെൽക്കം ടു TV എന്ന് വാസവണ്ണം പറയാൻ പറഞ്ഞേ. അത് ഞാൻ കേട്ടു. അത് ഞാൻ കേട്ടു എന്ന് വാസുവണ്ണന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. എനിക്ക് കേക്കാം എന്ന് വാസുവണ്ണം പറയാൻ പറഞ്ഞു. അതെനിക്ക് കേൾക്കാം. രണ്ടും കേക്കണുണ്ടാ? നിനക്ക് എന്താ പിന്നെ? ഞാൻ കേട്ടോ. ഇത് നിങ്ങക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് സോൾവ് ചെയ്തിടാന്ന് വെച്ചു. കുറെ നേരമായി. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നെ കേരളത്തിൽ സപ്പോർട്ട് ചെയ്തതാണ് SMG പ്ലേയേഴ്സും പിന്നെ ലൈറ്റ് സൂം. അവർക്ക് താങ്ക്സ് പറയാനുണ്ട്. സത്യം പറഞ്ഞ എടുത്ത വാസവനോട് താങ്ക്സ് ഇല്ല കേട്ടോ. വാസവനെ അതേ ആദ്യം പറഞ്ഞല്ലോ. അല്ല അപ്പൊ വേറെ കാര്യം നോക്കിയത് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഉള്ള റിക്രൂട്ട്മെന്റ്സ് എല്ലാരും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 എണ്ണം SMG വന്ന് ബാക്കി KV വന്ന് KV SMG വന്നേക്കണത്. അപ്പൊ നമുക്ക് വണ്ടി നോക്കണേ. വണ്ടി ഇടിച്ചിടും. സ്ലോ മോഷനിൽ നടക്കാൻ നിന്നാ ചത്തു പോവും. ഓടിക്കേറിക്കോ. ആഹാ, ഇപ്പഴാണ് എനിക്ക് സന്തോഷമായി. എന്റെ ഗ്യാങ്സിന്റെ മുൻവശം നിറഞ്ഞ്. ആള് കൂടി കൊറേ ഉണ്ടല്ലോ. കൊറേ ഉണ്ടല്ലോ പിള്ളേര്. പുതിയ റിക്രൂട്ട്സ് ഒക്കെ guys, thank you so much guys. Thank you. And നമുക്ക് അങ്ങനെ പ്രൈം ഒന്നും ഇല്ല, എപ്പോഴും പ്രൈം ആണ് guys. Thank you so much guys. അയ്യോ നിങ്ങള് മിസ് ഔട്ട് ആയ ആരെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ്, ആഷ് ബ്രൂട്ടൽ MG3 സെക്കൻഡ്
അതുപോലെ തന്നെ KVL ഡീമൻ ഇവരെയൊക്കെയാണ് നമ്മൾ റിക്രൂട്ട് ഒപ്പം നടക്കാൻ ഞാൻ ഉണ്ട്. ഒന്നല്ലേ. വന്ന് നിന്റെ വല പോയി പൊക്കോണ്ടിരുന്ന മറ്റേ സീനാവൂ കേട്ടാ. എന്തൊരു സീന്? മറ്റേ പട്ടാളം സീനാവേ. പട്ടാളോ? ഇവിടെ PC പോവാറായി. പിന്നെയാണ് പട്ടാളം. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പോകുമ്പോ ഒറ്റയടിക്കാൻ പോവാന്നേ. നിന്റെ വല പോയതല്ലേ ഇപ്പൊ? വല പോയതല്ല, മറ്റത് കറണ്ട് കറണ്ട് പുതിയ മെമ്പേഴ്സ് ഐശ്വര്യമായിട്ട് വലതുകാലോ ചാത്തോടൊന്ന് കീറോ 3 പേരൊന്ന് വരുമോ? ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന എല്ലാവർക്കും പ്രത്യേകിച്ചുണ്ട് സ്വന്തമായിട്ട്. ഈശ്വര പ്രാർത്ഥന പാട്. അല്ല 3 പേര് ഒരുമിച്ച് വന്നാലേ ഓം നമ ശിവായ കേറിക്കോ. ഓർമ്മയൊന്നും ശക്തിയൊന്നും ഇല്ല. ഒരു കാര്യമായിട്ടൊരു കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ പാടിച്ച് കൊണ്ടുപോകും. എന്തിനു പറഞ്ഞ് കെട്ടിയതാന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. ഈശ്വര ഭഗവാനെ മാർഗം നന്നായിട്ട് വെടിവെക്കാനും ഒക്കെ പറ്റണേ. വേറെ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എടാ നിങ്ങൾ 3 പേര് ഐശ്വര്യമായിട്ടൊന്ന് കീറോ, ഞങ്ങൾ പുറകെ കയറിക്കോളാം. പറഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലല്ല നിന്റെ ഗ്യാങ് ഡ്രസ് എന്ത് ചെയ്യും? നിന്റെ ബർത്ത്ഡേ കളർ ഡ്രസ് ഇട്ട് വരാൻ. 60 ഡിഗ്രി അടിക്കണ നിന്റെ ബർത്ത്ഡേ കളർ ഡ്രസ് ഇട്ട് വരാൻ എന്താ ഓടി വന്നതാണ് ഇപ്പൊ പുതുക്കിയത്. ആളെ കേറ്റാതെ പുറയിലോട്ട് ഇല്ലേ? T/TV വെൽക്കം ടു TV ആഷ് ബ്രൂട്ടൽ ചന്ദ്ര. ഇന്ന് ഞാനത് ഡീമൻ സെക്കൻഡ്. ലെറ്റ്സ് ഗോ. എത്ര ദിവസമാടാ ഞാൻ ബ്രാവോ വേണ്ട. അപ്പാപ്പ ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ടേ. അപ്പാപ്പ കേക്കോ റേഡിയോയില്? അല്ല അപ്പാപ്പന്റെ സൗണ്ട് കേൾക്കണില്ല. അപ്പാപ്പ അന്നേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിക്കില് ബ്രാവോയും ഞാൻ ബാൻ ചെയ്തായിരുന്നു കേട്ടാ. ബ്രാവോ ഒന്നും ഇടാൻ പറ്റത്തില്ല, KV ഒന്നും ഇടാൻ പറ്റത്തില്ലേ. അത് ഞാൻ ആദ്യമേ പറയണം കേട്ടാ. അത് കുഴപ്പമില്ല, നമുക്കത് എനിക്ക് വേറെ രീതിയിൽ ചാലി തന്നാ മതി. അത് ഓക്കെ. 1 2 3 ബാക്കിയുള്ളവരെന്ത് ഇവിടെ 4 പേരേ ഉള്ളൂ. ഹലോ 4 പേര് എന്നെ കത്തിപ്പോയി. അടുത്ത് വരുമ്പത്തേക്ക് തെളിഞ്ഞു വരും ഇവിടെ. ഇല്ല ആരും ഇല്ല ഇവിടെ. എന്തിനു പറയാനാ? എനിക്ക് 4 പേരെ കാണത്തുള്ളൂ. ഓരോരുത്തർ വരുന്നു. ഹലോ അണ്ണൻ കോർത്ത് എടാ സിറ്റി PL ആണോടാ ഇത്രയും? ഗൈസ് 28K വാസ് ദ പീക്ക്. താങ്ക് യു സോ മച്ച്. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അപ്പാപ്പ. ഒടുക്കത്തെ പിങ്, ഒടുക്കത്തെ PL. അപ്പാപ്പ ഇതൊക്കെ എന്താ അപ്പാപ്പ? വാസമോനെ എനിക്ക് തോന്നുന്നു വാസമോനെ തന്നെ ടാർഗറ്റ് ചെയ്ത ആൾക്കാർ അടിക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ ആരും കാണുന്നില്ല. എനിക്ക് ആകെ കാണുന്നത് ഗ്യാങ്സിന്റെ വെളിയില് ഞാൻ മാർക്ക് പിങ് നോക്കി. പിങ് കാണുന്നുണ്ടോ മാപ്പില്? ഇല്ല മാപ്പിൽ കാണുന്നില്ല. മാപ്പില് റേഡിയോ തന്നെ അല്ലേ? ഞാൻ റേഡിയോയിലുണ്ട്. നമ്മുടെ വീടിന്റെ പുറകിലോട്ട് അത് അങ്ങനെ ബാൻ ചെയ്തതല്ല. എന്താന്ന് പറയട്ടെ, ഞാന് വെറുതെ അനാവശ്യമായിട്ട് അവരുടെ ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞ് ഓഡിയൻസ് ഓരോന്ന് പറഞ്ഞ് ഇതാക്കണ്ട എന്ന് വിചാരിച്ച് ബാൻ ചെയ്തതാണ്.
എടാ എന്തേ നിൽക്കുന്നു പുതിയ റിക്രൂട്ട്മെന്റ്? ഹലോ കേക്കാവോ? ഹലോ കേക്കാവോ? ഒന്ന് കൈവക്കേ നീ താത്തേ. ഓക്കെ ഞാൻ കൈവക്കാം. താക്കട്ടെ. നോർമൽ അല്ലേ ഞാൻ? ഓക്കെ താങ്ക് യുടാ. ഹേ ഇല്ല ഒന്നുമില്ല. അയ്യോ എടാ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറടാ. ഞാനും പുറത്തേ അകത്തോട്ടോ? അല്ല റിക്രൂട്ട്മെന്റ് ആണോ? ചെറുതായിട്ട്. എടാ ഞാൻ വെളി സംസാരിക്കാം കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് വെളി സംസാരിക്കാം. ഓക്കെടാ ഓക്കെ. അവന്മാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും ഉണ്ട്, നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു മൈൻഡ് ഉണ്ട്, മനസ്സിലായ? വേറെ ഒന്നും വേണ്ട. നമ്മൾ എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും ഒരു വേഴ്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേരാണ് ശരിക്കും പറഞ്ഞാൽ ഇനി വേണ്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. ബാക്കി PvP ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഇട്ടേക്കണ 4 സ്ലോട്ട് കേസ് ഞാനത് വളരെ സെലക്റ്റീവായിട്ട് ഞാൻ ആ 4 സ്ലോട്ട് എടുക്കുകയുള്ളൂ. നാളെ ആരൊക്കെ പോയാലും ആരൊക്കെ നിന്നാലും എന്തൊക്കെ വന്നാലും എൻ്റെ കൂടെ ഉറപ്പുള്ള ഒരു 4 പേരെ ഞാൻ TVക്കകത്ത് കൊണ്ടുവരും. അത് ഉറപ്പാണ്, അത് ഞാൻ 100% ഉറപ്പാണ് കേസ്. ആ ഒരു സ്ലോട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കണേ. ഹലോ ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല. നിങ്ങളെല്ലാരും ഗ്യാങ് ഹൗസിന് പുറത്താണ്, ഞാൻ മാത്രം ഇവിടെ. എന്നാ പുറത്തോട്ടോ ബാക്കിലോട്ട് വല്ലം വാ. ഇപ്പൊ എല്ലാരും കാണാം. ഇനി എല്ലാരും ഒരുമിച്ച് ഹെൽമെറ്റ് അങ്ങ് ഊരിയണ്ണ നോക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ഇതിന്റെ ഫ്രണ്ടിലൊന്ന് നിരന്ന് നിക്കാം. വാ എടാ എല്ലാരും അവിടെ നിക്കോ എല്ലാരും ഒന്ന് കാണട്ടെ, നിരന്നൊന്ന് കാണട്ടെ. ചന്ദ്ര നീ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം ചന്ദ്ര, നിന്നെ അവിടെ നിന്ന് കാണണം എനിക്ക്. ജനനായകൻ ആ കൊട മാറ്റോടാ കൊട വൃത്തിയാടാ. ഗൈസ് അപ്പം എല്ലാവർക്കും വെൽക്കം ടു TVA. ഇപ്പൊ ഇന്നത്തെ റിക്രൂട്ട്മെന്റും അത് കഴിഞ്ഞിട്ടുള്ള റിക്രൂട്ട്മെന്റും OG മെമ്പേഴ്സിനും എല്ലാവർക്കും നമ്മുടെ ഒരു റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണ കുറച്ച് പരിപാടികളാണ്. ആൻഡ് എന്താ പറയാ, ഇതാരാണ് ഈ ഡ്രോൺ പറത്തി കളിക്കണേ? വേണം ആ ഡ്രോൺ അടിച്ചങ്ങ് പൊട്ടിച്ചേരെ. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കൗണ്ടായി. സോ ഇപ്പോൾ പുതിയ പ്ലേയേഴ്സ് 3 പേർക്കും ഈ ഞായറാഴ്ച കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ 3 പേരുണ്ടാവില്ല. കാരണം നമ്മൾ പഴയ മെമ്പേഴ്സിനെ ഇതുവരെ നമ്മുടെ ഡിസ്കോഡിൽ നിന്ന് റോള് റിമൂവ് ചെയ്തിട്ടില്ല. സോ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നില്ല. വളരെ ചുരുക്കം റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരുടെ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളൂ. സോ ബാക്കിയുള്ള ആൾക്കാരുടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം 3 പേരെ റിമൂവ് ചെയ്താലേ നമുക്ക് 3 പേരെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് 3 പേരെ റിമൂവ് ചെയ്യേണ്ട ഒരു ഇതാണ്. ആ റോള് റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ റോള് റിമൂവ് ചെയ്തിട്ട് 3 പേരെ ഈ സൺഡേ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ സൺഡേ ബാക്കി ഇന്ന് റിക്രൂട്ട് ചെയ്ത 3 പേർക്കും സൺഡേ തൊട്ടേ കളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ പ്ലേ ടൈം സിറ്റിയിൽ കുറവാണെങ്കിൽ ദയവ് ചെയ്ത് ഇതാക്കി വെക്കുക. എനിക്ക് തോന്നുന്നില്ല ഡീമൻ, എനിക്ക് തോന്നുന്നു കുറവാണോ? നല്ല ഡീമ സെറ്റാണോ? പെണ്ണ് പിടിക്കാൻ ഡെയിലി കയറുന്നില്ലേ? അപ്പൊ എനിക്ക് ആഷിന്റെയോ? ആഷിന്റെ ഉണ്ട്. ഓക്കെ അപ്പൊ എല്ലാവരും പ്ലേ ടൈം സെക്കൻഡൊക്കെ പിന്നെ ഇന്നലെയും കൂടെ എല്ലാവരുടെയും നടി മേടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അവന് പ്ലേ ടൈം ഓക്കെയാണ്. അപ്പൊ ബാക്കി എല്ലാരും എന്താ ആക്റ്റീവ് ആവുക സിറ്റിയില്. ഇനിയിപ്പോ അങ്ങോട്ട് നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ എടുക്കാം. എത്ര ഉള്ളു? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചന്ദ്ര എന്തെങ്കിലും പറ. ചന്ദ്ര നീ ഇങ്ങോട്ട് വന്നേ. വന്നു തന്നെ ഭാഗ്യം.
ചന്ദ്രൻ നീയാണ് ഇനി സ്ട്രിക്റ്റ് ആയിട്ട് ഇവരുടെ അടുത്ത് നിക്കണ്ടേ. ഞാൻ ഇനി ഇതൊക്കെ ആരാ എനിക്ക് ആരെന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ ആരെന്ന് പറഞ്ഞ് വിളിക്കും, പേര് മാറ്റി വിളിച്ചാൽ തള്ളക്കല്ല വിളിച്ചത് തോക്ക കഴിയും വെടിച്ചും കൊല്ലും അപ്പൊ തന്നെ. ഇല്ല ചന്ദ്ര, ഞാൻ പറഞ്ഞേ ഇനി ഞാനാണ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ നിൽക്കാൻ പോണേ. നീയാണ് കർക്കശക്കാരൻ, മനസ്സിലായ? കർക്കശക്കാരൻ ആകുമ്പത്തേക്കും ഞാൻ ശത്രുവായി. ഇല്ല ശത്രുവാവൂല. ഞാൻ വാറിൽ എന്നെ കൊണ്ടേ തുടങ്ങി. ഇല്ല ചന്ദ്ര, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരൂല. നീയാണ് കർക്കശക്കാരൻ ലീഡർ, മനസ്സിലായ? കോ ലീഡർ. ഞാൻ ഫ്രണ്ട്ലി ലീഡർ, മനസ്സിലായ? ചന്ദ്രൻ സംസാരിക്കണ്ട. നമ്മുടെ പയ്യൻ സ്നൈപ്പില്ല, പയ്യന്റെ അക്കൗണ്ട് കിക്കില് ബാനാണെന്ന് പണ്ടെന്തോ കൊണയടിക്കാൻ പറഞ്ഞതാ മാസിലായിരുന്ന സമയത്ത്. അണ്ണാ മറ്റേ ചാറ്റില് അണ്ണ ബോഗ് തെറ്റപ്പോ കൂന്ന് പറഞ്ഞിട്ടത്. അണ്ണ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള പറയാ പിന്നെ കൂ കഴിഞ്ഞിട്ടുള്ള എന്ത് തോറ്റപ്പോ? ബോഗ് തോറ്റപ്പോ കളിയാക്കാൻ വന്നതാ. കളിയാക്കാൻ നീ എന്താ ഇട്ട് ഇവിടെ കൂക്കുന്നാ? അതെന്താ കുണ്ണേന്നായിരിക്കും, കൂക്കൂന്നല്ല എന്തായാലും. എന്തായാലും ഇവിടെ ബാഗ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. നീ കൂക്കൂന്ന് സിറ്റിയിലും പുറത്ത് വേറെയാണ് ഇട്ടത്, എനിക്കറിയാം. അൺബാൻ ചെയ്ത് തരാം, എല്ലാം തരാം. പുതിയ പിള്ളേരെ അതാരാ സംസാരിക്കണേ? മിന്നിയാണോ? മിന്നി സംസാരിച്ചാ പുതിയ പിള്ളേരെ നിങ്ങൾക്ക് എല്ലാവർക്കും വെടിയേക്കാനുള്ള ശക്തി തരും ദൈവം. നിങ്ങൾ ഒരു മിനിറ്റ്. ഈ പുതിയ പിള്ളേരെ 3 പേരെ പേരെന്ന് പറഞ്ഞാണ് വെന്നി. ഡീമൻ, നമ്മുടെ ചെറുക്കൻ, നമ്മുടെ ചെക്കൻ, എന്റെ ചെക്കൻ എന്നാണ് ഞാൻ വിളിക്കണേ. എന്റെ ചെക്കൻ, മനസ്സിലായില്ലേ? പിന്നെ മറ്റേ ബ്രൂട്ടൽ, അവനെ ഞാൻ ബ്രൂട്ടൽ എന്നാ വിളിക്കണേ. എല്ലാത്തിന്റെ എവിടെയോ മുക്കും പോലെ ഓർമ്മയുണ്ട് കേട്ടോ, എവിടെയോ മുക്കും പോലെ ഓർമ്മയുണ്ട്. പിന്നെ വേറെ മെയിൻ ഫൺ എലമെന്റ് എന്താന്ന് വെച്ചാൽ മിന്നി, ഇപ്പൊ ഈ റിക്രൂട്ട് ചെയ്ത 3 പേര് ഈ റേഡിയോയിൽ ഇല്ല. അവരോട് ഈ റേഡിയോയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫ്രണ്ടിലോട്ട് കുറച്ച് കേറി വെക്കണം. ശരിക്കും ട്രാപ്പിലായത് ഇപ്പോഴാണ്. ഒന്നും പറയില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ അടുത്ത്. ഇനി തൊട്ട് നിങ്ങളെ ട്രെയിനിങ് ഭയങ്കര രൂക്ഷവും കാഠിന്യമേറിയതുമായിരിക്കും, മനസ്സിലായില്ലേ? ഇത്രയും നാളെ നിങ്ങൾ നിന്നോലൊന്നും ആയിരിക്കില്ല, വേറെ ഗ്യാങ്ങിലൊക്കെ നിന്നോലെ. ഏത് ഗ്യാങ്ങിൽ നിന്ന് ഈ നീലം മുടിയുള്ള ഈ ഗ്യാങ്ങിലുള്ളതാണ്. ഡേ ഭയങ്കര ഏത് ഗ്യാങ്ങിൽ നിന്ന്? അതിന് മുമ്പേ ഏത് ഗ്യാങ്ങാണാ? പറ. ഓൾറെഡി ചോദിച്ചായിരുന്നു കെവിനെ, ഓൾറെഡി ചോദിച്ചായിരുന്നു. അപ്പൊ R34 ഒരു മുമ്പേ ലീഡർ ഉണ്ടായിരുന്നോണ്ടാണ് അവൻ ഇറങ്ങിയെന്നാണ് അവൻ എടുത്ത് തന്ന റിപ്ലൈ. ജീവിതത്തിൽ ആ ഒരു ഒറ്റ കുറവുള്ളല്ലേ. ഇവൻ ലീഡർ ആയിരുന്ന സമയത്താണ് ഇവൻ കളിച്ചോണ്ടിരുന്നത്, മനസ്സിലായോ? ആ ശവത്തിനാരിലൊന്ന് കുഴിച്ചു എവിടെയും റോളറക്കാൻ വന്നെങ്കിൽ കളർ ഡ്രസ് ഇട്ട്. നിന്റെ ബർത്ത്ഡേ അടക്കുന്നേ. നേരത്തെ അടുത്തവരെ റാഗ് ചെയ്തായിരുന്നു. നേരത്തെ 4 പേര് എടുത്തവരെ. പിന്നെ അവരൊക്കെ റാഗ് ചെയ്തില്ലേ? പിന്നെ ഇത്രയൊക്കെ. ചന്ദ്രന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടേ കേസ് നിങ്ങളോട്? ഇത് റെഡി ഇല്ലല്ല, ഒരു മിനിറ്റ്. ഷൗട്ടർ എടേ. അപ്പൊ പറയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാ, നിങ്ങള് അടി ഇപ്പം വന്ന 3 പേര് അടിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അടി മാത്രം പോരാ, ഒപ്പം സംസാരം കൊണ്ടുവരണം. സംസാരില്ലാത്തവരെ നമ്മൾ സംസാരിപ്പിച്ചോളാം, ഒന്നും കുഴപ്പമില്ല, നമ്മളെല്ലാം റെഡിയാക്കാം. പിന്നെ സിറ്റി ആകുമ്പോഴത്തേക്കും സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വന്ന് ഇപ്പം നേരത്തെ നമുക്ക് കുറച്ച് പേരുടെ ഉണ്ടായിരുന്നു. അപ്പൊ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഇപ്പൊ വാസവനെ വിളിച്ചായിരുന്നു. വാസവൻ ഇപ്പൊ ഏത് പാതിരാത്രി ആണെങ്കിലും ചാടി വരും വാസവൻ, അല്ലേ അണ്ണാ? പിന്നല്ലാതെ. ഇനിയിപ്പോ പറയാൻ വേറെ ഇനിയിപ്പോ ആരും ഇല്ല. അതുകൊണ്ട് നിങ്ങള് നേരെ വന്നിട്ട് പറഞ്ഞാൽ മതി, നമ്മൾ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. വേറെ എന്താ, എല്ലാം നന്നായിട്ട് പോട്ടെ, അല്ലേ അണ്ണാ? പിന്നല്ലാതെ. അത്രയൊക്കെ ഉള്ളു. നിങ്ങക്ക് നമ്മള് ഇപ്പൊ പറയല്ലോ, കുറച്ച് നല്ലതെന്ന് പറഞ്ഞാൽ വെറുതെ മറ്റേ വണ്ടി ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ എടുക്കാതെ നമ്മൾ ഇങ്ങോട്ട് ചൊറിയാൻ വരുന്നവന്മാരുടെ സിറ്റുവേഷൻ എടുത്തു. നമ്മളൊരു മാതൃകയാണോടാ സിറ്റിയില് എന്ന് പറഞ്ഞ. സിറ്റിയിൽ ഈ ചെറിയ വണ്ടി തട്ടി കേസിന് അങ്ങനെയൊക്കെ അടി ഉണ്ടാവണം, മനസ്സിലായില്ലേ? വാറിൽ ചാറ്റിൽ കൊണയടിച്ചടി. നമ്മളൊരു മാതൃകയാവണം, എങ്ങനെ സിറ്റുവേഷൻ എടുക്കാമെന്ന് അവന്മാര് പഠിക്കണം നമ്മളെ കണ്ട്. അതെ, വണ്ടി ഇടിച്ച് അടിയാണല്ലേ നമ്മള്.
അതെ പക്ഷെ പറയുന്ന ആൾക്ക് കറന്റ് 4 ദിവസത്തേക്ക് ബാനാണ് എനിക്ക് അതെ, അതെ. 4 ദിവസത്തെ ബാനാണ് ഇവന്. തള്ളെ വിളിച്ച 4 ദിവസം ബാനാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കണം, മനസ്സിലായില്ലേ? അതെ ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃകയാണ്. 4 ദിവസം ബാനാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടീമിന് വേണ്ടിട്ട്. അതെ 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 അപ്പൊ എടാ ഇന്ന് MG3 ആയിട്ട് എന്തായിരുന്നു സിറ്റുവേഷൻ? എന്നാ അവര് ഇത് കഴിയുമ്പോ മീറ്റിംഗ് വിളിക്കോ, അവര് വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. അവര് പറയുവാണെങ്കിൽ അപ്പൊ സംസാരിച്ചാൽ മതി അവിടെ പോകുമ്പോ. അപ്പൊ പിന്നെ ഇത്രേ ഉള്ളൂ നമുക്ക് സംസാരിക്കാൻ, വേറെ സംസാരിക്കാനൊന്നുമില്ല. SRKയുടെ കാര്യം കൂടെ പറയാം. SRK അവൻ എൻ്റെ അടുത്ത് ഞാൻ ലാസ്റ്റ് സംസാരിച്ചായിരുന്നു SRK അടുത്ത്. സോ കറന്റ് അണ്ടർ സസ്പെൻഷൻ ആണ് അവൻ. അപ്പോൾ അവൻ മൈൻഡ് ഓക്കെ ആകുമ്പോൾ വന്ന് ബാക്കി സംസാരിച്ചോളാം, എന്നിട്ട് മാറ്റിയാൽ മതി എന്നുള്ള ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ SRK വന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യാം. അവൻ മൈൻഡ് ഓക്കെ ആയിട്ട് വരട്ടെ. സോ അതുവരെ ബാക്കി എല്ലാവരും സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം. എടാ പിന്നെ എടാ പുതുതായിട്ട് വന്നവര് എല്ലായിടത്തായിട്ട് പറയണേ, നിങ്ങള് ബാക്കിയുള്ളവരടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇതാണ്. ലൈക്ക് നിങ്ങള് ഇപ്പം അവര് മിണ്ടില്ല മിണ്ടാണ്ടോന്നിരിക്കില്ല, എല്ലാരും അങ്ങോട്ട് സംസാരിക്കണം കേട്ടോ. പറഞ്ഞുതരാം. നമ്മളിപ്പോ റിക്രൂട്ട് ചെയ്തതില് നിങ്ങളൊരു 4 പേര് ഇപ്പൊ എന്താ KVA മെമ്പേഴ്സ് ആണ്. 3-4 പേര് ഇതിനകത്ത് നേരത്തെ 2 SMG നമുക്ക് അബദ്ധത്തിൽ 2 പേരെ നമ്മൾ റിക്രൂട്ട് ചെയ്തായിരുന്നു, മാഡി സാവേജിന്. അതിന്റെ കൂടെ ഇപ്പം കുറച്ചെണ്ണത്തിനെയും കൂടെ നമ്മൾ റിക്രൂട്ട് ചെയ്തപ്പോൾ ഇപ്പൊ വീണ്ടും ഇവിടെ SMG ആയി. നിങ്ങളെല്ലാം എനിക്ക് മിക്സ്ഡ് അപ്പ് ആക്കി കാണണ്ട, അല്ലാതെ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാങ് അവരുടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ, അങ്ങനെ ഒരു സാധനം ഗൈസ് നമുക്ക് വേണ്ട. സത്യം പറഞ്ഞാൽ ലിറ്ററലി നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. സോ അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻട്രാക്റ്റീവ് ആയിട്ട് ഇതാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടോ ചന്ദ്രനോടോ വല്ലതും വന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വേറൊരു കാര്യോട് അപ്പാപ്പ ഒന്ന് വരൂ ഫ്രണ്ടിലോട്ട്. സോ നിങ്ങളൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പാപ്പൻ നമ്മുടെ അകത്തുള്ള ഒരു ഒരു എൽഡർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ അതിൻ്റെ റെസ്പെക്റ്റ് നിങ്ങളെല്ലാവരും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയുള്ള നമ്മുടെ വാറെല്ലാം ലൈക്ക് ലീഡ് ചെയ്യണത് അപ്പാപ്പനായിരിക്കും കുറച്ച് ദിവസത്തേക്ക്. സോ നമുക്ക് ഓഫ്ലൈനിൽ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ കോൾസ് എല്ലാം കൊടുക്കുന്നത് നമ്മുടെ മെയിൻ കോൾസ് ഹെലി കോൾസും എല്ലാം ഇനി തൊട്ട് അപ്പാപ്പനായിരിക്കും കൊടുക്കുന്നത്. സോ വാർ കളിക്കുന്ന സമയത്ത് നിങ്ങൾ കോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ചന്ദ്രൻ ഉണ്ടെങ്കിൽ ചന്ദ്രൻ, അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ ഞാനുള്ള സമയത്ത് നമ്മൾ ഇതായിട്ട് സംസാരിച്ചോളാം. എല്ലാവരോടും ഓവർലൂപ്പ് ആവരുത്. കാരണം നിങ്ങൾ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് സംസാരിക്കാൻ റോളില്ല എന്നുള്ളൊരു കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സജഷൻ ഇല്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും നാള് കളിച്ചൊരു ഗ്യാങ് എനിക്കറിയത്തില്ല എങ്ങനെയാന്ന്, പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഞങ്ങള് ഹൈറാർക്കി ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ ബാഡല്ലോ, മനസ്സിലായോ? അതായത് നമ്മള് ഹൈറാർക്കി ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫാമിലി പോലെയാണ് ഇത്ര നാള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളിൽ നിന്ന് ഞങ്ങളത് എക്സ്പെക്ട് ചെയ്യും എന്തായാലും, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് അതായിട്ട് നിങ്ങൾ മാച്ചപ്പ് ആയി പോകാൻ ടൈം എടുക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ അത് ഒരു പെട്ടെന്ന് ഒരു ദിവസം മാറ്റുക എന്നുള്ളൊരല്ലടാ. നിങ്ങൾ എത്രത്തോളം അഡാപ്റ്റീവ് ആവുന്നത്, നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവരുത്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവുക എന്നുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഔട്ട് ദ ഫേസ് ഞങ്ങളോട് പറയാം, അങ്ങനെ പറഞ്ഞത് ശോകമായ എണ്ണ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ POV ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് കുറേ പേർക്ക് അറിയാം. നിങ്ങൾ പുതുതായിട്ട് വന്നവരുടെ കാര്യമാണ് പറയണത്. നിങ്ങൾ ആ ഒരു മൈൻഡിൽ എടുക്കാവൂ. നമുക്കറിയാം നിങ്ങളെല്ലാം പലയിടത്തു നിന്ന് വന്നുകൊണ്ട് ആ ഒരു സിനർജി ബിൽഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടാം. അപ്പോൾ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അപ്പോൾ ഈ പറയണതുപോലെ നിങ്ങളും കൂടെ അതിന് ഞങ്ങളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ഒരു നല്ല ഗ്യാങ് ആയിട്ടും നല്ല ഫാമിലി ആയിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അപ്പാപ്പൻ പറയണ കോൾസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ലിസൺ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും പുതിയതായിട്ട് വന്നവരോ പഴയവരോ എന്തോ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും തമാശയൊക്കെ പറയുമെങ്കിലും ഫിൽട്ടർ IG നമുക്ക് കെവിനുണ്ട് ഇവിടെ, സ്നൈപ്പ്, ബാക്കി സംസാരിച്ചുകൊണ്ടിരുന്ന കുറേ പേരുണ്ട്, ഹരിയുണ്ട്, ലീഡിയും, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ ഇൻ ആബ്സെൻസ് ഓഫ് AP അപ്പാപ്പനായാലും ഞാനാണെങ്കിലും ഡ്രീമർ ആണെങ്കിലും നിങ്ങൾക്കെല്ലാം ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അല്ലാതെ ഞങ്ങളുണ്ടെങ്കിലേ Dreamer, who is that guy? I mean ചന്ദ്രനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ അതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല.
നമ്മളില്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെയാണ് ഇത് കളിക്കേണ്ടത്. ഇന്ന് MG3 വാറിനാണെങ്കിലും ഞാൻ കണ്ട് ഹരിയൊക്കെ നന്നായിട്ട് കോൾ കൊടുക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ച് കളിക്കുക. സ്നൈപ്പുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇടും, എല്ലാവരോടും ഓവർലൂപ്പ് ആവാതെ നിങ്ങൾ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിക്കുക. നമ്മളുള്ളപ്പോൾ നമ്മൾ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിനും ഇനി നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കൊരു നല്ല ബിഗിനിങ് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. ഓക്കെ അല്ലേ? ഞാൻ ഇത്ര എഴുതിക്കൊണ്ട് വന്നിട്ടുള്ളേ. ഓക്കെ, തീർന്നല്ലേ പേപ്പർ? അപ്പാപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പാപ്പ നിങ്ങളൊക്കെ വല്ലതും പറയണുണ്ടോ? ഒരു 5 പേജാണ് ഞാൻ അസൈൻമെന്റ് ആണ് ഞാനിപ്പോ ഇവിടെ വായിച്ചു തീർത്തത്. നിങ്ങൾ വല്ലതും പറയണുണ്ടോ ഇവിടെ? വണ്ടി അപ്പാപ്പ പറ, അപ്പാപ്പ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. എല്ലാരും ഉണ്ടല്ലേ? 29.3 ഇത് ശരിക്കും റിയൽ വാച്ചിങ് ആണോ ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ, കേൾക്കുന്നുണ്ട്. എനിക്ക് സംശയം വരണം. ഇവര് പുതിയതായിട്ട് വന്നിട്ട് 10-17 പേര് ഫ്രണ്ട് നിൽക്കണ്. വല്ലതും പറയണം. പേപ്പർ കിക്കാരോട് ചോദിക്കും, ചൊട്ടിക്കാൻ പറ്റൂല. എനിക്ക് ഡേറ്റ അറിയണം, പിന്നെ പറഞ്ഞുതരാം. കിക്കാരോട് ചോദിക്കും. ചന്ദ്ര നീയെങ്കിലും എന്തെങ്കിലും പറയടാ. അപ്പാപ്പ സംസാരിക്കാം. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. അത് അവന്മാരുടെ അടുത്ത് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ അവർക്കും ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് ഇപ്പൊ ഒരു ദിവസം വന്നിട്ട് ഞാൻ അപ്പാപ്പനെ അനുസരിക്കാൻ പറഞ്ഞ അവർക്കും അത് ഒരു ഇതായിരിക്കും. ടു ബി ഓണസ്റ്റ് ആയിട്ട് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയണം അപ്പാപ്പൻ്റെ അടുത്ത്. അപ്പാപ്പന്റെ ഹൈറാർക്കി നമ്മൾ ഇവിടെ ആ ഒരു രീതിയിൽ എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പാപ്പനും അപ്പോൾ അത് അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്ത് അത് കൊണ്ടുവരണം. അപ്പാപ്പന്റെ സൈഡിൽ നിന്ന് വേണ്ടുന്ന നമുക്ക് വേണ്ടുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അപ്പാപ്പ സംസാരിച്ചു അവരുടെ അടുത്ത്. ഒന്നുമില്ല പിള്ളേരെ, ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം പലരും പലയിടത്തുനിന്ന് വന്ന ആൾക്കാരാണ്, മനസ്സിലായി. ഇപ്പം പലരും നമ്മൾ കളിച്ചോണ്ടിരുന്നതും അല്ലെങ്കിൽ കളിച്ചോണ്ട് വന്നിരുന്ന ശൈലികളിലും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ കഠിനമായിരിക്കും, പക്ഷെ അതിൽ മനസ്സ് മടുക്കാതെ മുന്നോട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തുഴഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ബാക്കിയുള്ളവരെക്കാട്ടിലും മുമ്പേ എത്താൻ സാധിക്കുന്നുള്ളൂ. സോ മാക്സിമം എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. എന്നുണ്ടെങ്കിലും നേരിട്ട് എന്നോട് വന്ന് തന്നെ സംസാരിക്കണം. ഒന്നും മനസ്സിൽ വെച്ചോണ്ട് അധികം നാളെ പോകരുത്. അതേപോലെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൂത്തൊരാൾ അത് പറയുന്നത് തെറ്റ് കാണുമ്പോൾ പറയുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക, അത് മനസ്സിലോട്ട് എടുക്കാതിരിക്കുക. മനസ്സിലാടാ പിള്ളേരെ? ഗൈസ് ഒരു മിനിറ്റ്, നമുക്ക് പോകെ എനിക്കിപ്പോ നിങ്ങളുടെ ആരുടെയും പ്ലേസിൽ എനിക്ക് അറിയത്തില്ല. നമ്മൾ പോകെ പതുക്കെ ഓരോരുത്തർ കളിക്കുന്ന ശൈലികൾ എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമുക്ക് അതനുസരിച്ചിട്ട് ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം, സംസാരിക്കട്ടെ. പറ. അപ്പൊ ഇന്ന് മാറില്ലേ? ഇത് വേറണ്ടല്ലേ? ഇന്നുണ്ടോ വാറുണ്ടോ? എനിക്ക് അറിയണോ എന്നാ. ഇപ്പൊ ഇറങ്ങുമ്പോ തോക്കും പിടിച്ചേണ്ടി നമ്മളിത് കഴിയുമ്പോ ഒരു മീറ്റിംഗ് പറഞ്ഞ മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാർത്തിക് ബ്രോ, ഐ ആം റൈറ്റ് നൗ ലൈവ് ഓൺ കിക്ക് ആക്ച്വലി. ഹലോ, it's around like 29.9k people watching the stream. Is it real or not? അയ്യപ്പാ, hello, 9 is it real or real watching, right? What the fuck? Bro, I'm so I don't know what to say, bro. Thank you. Please confirm that, okay? പുള്ളി അവരോട് ചോദിച്ചപ്പോ റിയൽ വാച്ചിങ് ആണെന്നാണ് അവര് പറയണേ. അടിച്ചിട്ടുണ്ടോ? 30,000 പേര് ഇവിടെ അടിച്ചിട്ടുണ്ടെന്നാ പറയാറേ. അല്ലല്ല ഞാൻ അപ്പൊ നിങ്ങളുടെ എല്ലായിടത്തും എനിക്കൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്.
ഇത്രയും നാള് ടി വിയുടെ ഓസിയാണ് ലൈക്ക് ടി വിയുടെ ഹയസ്റ്റ് പീക്ക് വാച്ചിങ് എന്ന് പറയണത് 26K ആയിരുന്നു, അതും യൂട്യൂബിൽ. ആൻഡ് ഇന്ന് നമ്മളത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് 30,000 ലൈവ് വാച്ചിങ്. അയ്യോ ഞാനിപ്പോ അവരെ വിളിച്ചു. അപ്പൊ എനിക്ക് സംശയം, കാരണം ഞാൻ വിളിച്ചു ചോദിച്ചു അവരെ ഇപ്പോ. ഇല്ലേ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ താങ്ക് യു സോ മച്ച്. നേരത്തെ തോന്നിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എടാ ടി വിയിൽ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു. ഇങ്ങനെ ഒരു വേഴ്സ്റ്റ് ടൈമിൽ കൂടെ നിന്ന് എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി. താങ്ക് യു. എടാ നമുക്കത് ഇവരോടൊന്ന് സംസാരിച്ചാലോ? MG3 എടുത്ത് അവരുടെ അടുത്തൊന്ന് സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോടാ. സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് മുതുക്കി വെച്ച് സംസാരായി. അപ്പം കണ്ണാപ്പി അവിടെ നിക്കുന്നുണ്ടായിരുന്നു. അപ്പം MG3 പറഞ്ഞു അണ്ണൻ പോയായിരുന്നു. ഇല്ല ഞാൻ പറ. അപ്പൊ MG3 പറഞ്ഞ് ലൈക്ക് PD TV-നെയും KV-നെയും താങ്ങിക്കുക അങ്ങനെ എന്താ പറഞ്ഞു. നമ്മളാ സിറ്റുവേഷനിൽ താങ്ങിക്കുവാന്നോ? നമ്മളാ സിറ്റുവേഷനിൽ ഒന്നിലും ഇല്ല. കണ്ണാപ്പയുടെ സൈഡ് കേൾക്കുമായിരുന്നു. അപ്പൊ അത് പറഞ്ഞു കേട്ടപ്പോ കണ്ണാപ്പിക്ക് പൊളിഞ്ഞു. അപ്പൊ